സർവശക്തനായ തമ്പുരാനെ, എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു വലിയ വഴിത്തിലുണ്ടാകുന്ന ദിവസമാണ്. ഇത്രയും നാളും ഞാൻ പലരുടെ ആട്ടും തുപ്പും കേട്ടതിന് പരിഹാരം ഉണ്ടാകുന്ന ദിവസമാണ്. എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണമേ. അറിയാതെ എന്തെങ്കിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണമേ കർത്താവേ. എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണമേ. ഇത്ര വലിയ സംഭവമാണ് ഒന്ന് നടക്കാൻ പോണത്. ഇങ്ങനെ തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാനും പറ്റേ. എടീ പോത്തെ, ഇന്നലെ വെളുക്ക നിന്റെ അടുത്ത് ഞാൻ വേദം ഓതിയതല്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ എല്ലാത്തിനും ഇങ്ങനെ തല കുലിക്കല്ലോ. ക്ലീറ്റന് വിഷമം ഉണ്ടാന്ന് വിചാരിച്ചത്. ഓ കൊള്ളാം, നല്ല മുതല് തന്നെ നീ. എടീ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഒന്നും കൂടി പറ. കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഇവിടെ വരുന്നുണ്ട് സംസ്ഥാനത്തിലേക്ക്. സംസ്ഥാന നേതൃത്വം ഒന്ന് പരിഷ്കരിക്കാനായിട്ട്. ഇത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. ഇതിപ്പോ ക്ലീറ്റ് എന്നും പറയണതിനകത്ത് എന്താന്നേ വ്യത്യാസം? എല്ലാ ദിവസവും ക്ലീറ്റ് ഇവിടുന്ന് പോകുമ്പോൾ പറയും കേന്ദ്ര നേതൃത്വം, സംസ്ഥാന കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി. എടി കഴുത, ഇത് അതുപോലെ അല്ല. ഇന്നത്തോടെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു ഓക്കെ ആവും. എൻ്റെ പേര് പരിഗണനയിൽ ഉണ്ടെന്നാണ് രഹസ്യ വിവരം. പാർട്ടിയുടെ ഏറ്റവും വലിയ പദവിയാണ് എനിക്ക് ലഭിക്കാൻ പോണത്. പദവി ലഭിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ മോളെ ആ പദവി അങ്ങോട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ നമ്മളൊക്കെ ആരായി? ഇഷ്ടംപോലെ കാശ് വന്ന് മറിയും. പിന്നെ വീട് തരും, പാർട്ടിയുടെ ഇതിൽ വണ്ടി തരും, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാവും. എൻ്റെ പൊന്നുമോള് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥനയൊക്കെ ഉണ്ട് എപ്പോഴും. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മാത്രമല്ല അവർ നോക്കുന്നത്. അവർ നമ്മുടെ ആ നിപ്പും നടപ്പും, നമ്മുടെ എടുപ്പും, നമ്മുടെ എന്താ പറയുക വർത്താനവും വേഷവിധാനം ആരും തോപ്പിക്കാൻ പറ്റില്ല. ക്ലീറ്റ വെറുതെ ഇതേപോലെ പോയി നിന്ന ക്ലീറ്റ സിനിമാ നടനെ തോപ്പിക്കും. പിന്നെയാണ് ഇടയ്ക്ക് പാർട്ടിയിൽ നമ്മുടെ പിള്ളേരൊക്കെ പറയാറുണ്ട്, ക്ലീറ്റ ചേനെ കണ്ട സുരേഷ് ഗോപിയെ പോലെ. അത്രയും വണ്ണവും പൊക്കും ഒക്കെ ഉണ്ട്. നേരക്കൊന്നും നിന്ന് അത് തന്നെ. എന്നാ പിന്നെ നീ യൂണിഫോം എടുത്തോണ്ട് വാ. എന്റെ പാർട്ടിയുടെ ഡ്രസ്സ് എടുത്തോണ്ട് വാടി തേക്കാൻ. കുന്തം കഴിക്കാൻ വെക്കണത് ഡ്രസ്സ് കഴുകിയില്ലേ? അല്ല, എന്നും പറയണ പോലെ ആന്ന് വിചാരിച്ചിട്ട് പിന്നെ എവിടെ? പക്ഷെ വൈകുന്നേരം കഴുകിയിട്ടത്. ഓ കർത്താവേ, അപ്പൊ ഉണങ്ങിയിട്ടുണ്ടാവൂല. ഉണങ്ങിട്ടുണ്ടാവും. പോയി എടുത്തോണ്ടാടി. തേച്ചില്ല. തേക്കാൻ ഞാൻ തേച്ചോടാം. ഓ കർത്താവേ, ഏത് സമയത്താണെന്ന് ഇതിനെ കെട്ടി എടുത്തത് ഞാൻ. ഒരു കാര്യം പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു കഴുത. അല്ലെങ്കിൽ കെട്ടിയോൻ ഇങ്ങനെ ഒരു നല്ല കാര്യം വരാൻ പോകുന്നു, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നുള്ള അങ്ങനെയൊന്നുമില്ല. കട്ടുമുണ്ടും എടുക്കാൻ പോയോളാ വെരി കോടും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണ്. ഓ നീ കഴുതേ, ഇതങ്ങ എന്റെ മുണ്ട് ഷർട്ട് എടുക്കാൻ പറയും. നീ എന്താ പൂരപ്പറമ്പിൽ ഇങ്ങനെ കാഴ്ച കാണാൻ നടക്കുമ്പോൾ നടക്കണം? എവിടെ മുണ്ട് ഷർട്ട്? എവിടെ ഉണ്ടാ? എവിടെ ഉണ്ട്? എവിടെ കൊണ്ടിട്ട് നീ? ഇവിടെ ഇട്ടാ? എവിടെ ചോദിച്ചു? ഇവിടെ ഇട്ട അവിടെ ഇട്ടെന്ന് പറഞ്ഞ നോക്കുന്ന തമാശ കളിക്കരുത്. ഇവിടെ ഇവിടെ ഉണ്ടാക്കി. ഇവിടെ എവിടെയത്? അന്നത്തെ പോലെ പോയി തോന്നുന്നു. മീറ്റിംഗ് എവിടെയാന്ന് എനിക്കറിയാം. എവിടെയാന്ന് എനിക്കറിയാം. ഇറങ്ങി പോണം. ഇറങ്ങി പോണോ? മര്യാദക്ക് തടാ. മര്യാദക്ക് തിരിച്ചേരാൻ. സമാധാനത്തിന് എടാ പിന്നെ ഷർട്ടും മുണ്ടും കാണാതായടാ. ഇന്നലെ ഞാൻ അവിടെ കഴുകിട്ട് വെച്ചതാ. പിന്നെയും പോയാ? നോക്ക്, ചിരിക്കുന്ന നോക്കവൻ. നിന്റെ അവസ്ഥ തിരിച്ചു. ഓ നിനക്ക് സന്തോഷമായിരിക്കും എന്റെ അവസ്ഥ കണ്ടിട്ട്. എടാ എടുത്തെങ്കിൽ തിരിച്ചു കൊടുക്ക്. എടി ഞാൻ എടുത്തില്ല. നാത്തൂനെ ഏട്ടനെ എടുത്തിട്ടില്ല. ഏട്ടൻ ഇന്നലെ രാത്രി ഇവിടുന്ന് പുറത്തോട്ട് പോലും ഇറങ്ങിയിട്ടില്ല. ഇവൻ പുറത്തിറങ്ങണ്ട, ഇവൻ അകത്തിരുന്ന് ഓപ്പറേറ്റ് ചെയ്യും. എനിക്കറിയാവനെ. അല്ലെ നിനക്ക് ഒരു ഷർട്ടേ ഉള്ള? നീ എനിക്ക് ഷർട്ട് മുണ്ടുള്ള കാര്യമൊന്നും അന്വേഷിക്കണ്ട. എന്റെ മുണ്ട് ഷർട്ട് എടുത്ത് തിരിച്ചു തരാൻ. കഴിഞ്ഞ ദിവസം ഒരെണ്ണം പോയപ്പോ ഏട്ടൻ ഒരെണ്ണം മേടിച്ചു തന്നില്ല. അതെവിടെ പോയി? അതല്ലേ
അതല്ലടാ ഇന്നിപ്പോ എന്താണ്ട് പ്രധാനപ്പെട്ട മീറ്റിംഗ് ആന്ന് പറഞ്ഞ കാരണം ഏറ്റവും നല്ലത് കഴുകിയിടാൻ പറഞ്ഞു. ഞാൻ ആ പുതിയത് എടുത്താടാ കഴുകിയിട്ടത്. കഴുതേ, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാ 3 ദിവസം മുമ്പ് കഴുകി വെക്കാൻ. അപ്പൊ അവള് കേട്ടില്ല. ആ ഇനിയിപ്പൊ എന്റെ മുഖത്തോട്ട് എടാ കല്യാണം കഴിച്ച നാളെ അന്ന് മുതൽ തുടങ്ങിയതാ. തലേന്ന് തേച്ച് മടക്കി കഴുകി വെച്ചാലേ ഈ മനുഷ്യനിട്ടുണ്ട് പോവുള്ളൂ. ചൂട് പോകുന്നു ഷർട്ടിന്റെ. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഇന്നത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാവിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗാ. കനക, ഞാൻ അവസാനമായിട്ട് ചോദിക്കണത് എടുത്തെങ്കിൽ തിരിച്ചു കളിയാ. കണ്ടോ? ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞു. സത്യം എടുത്തില്ല. നീയേ നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ നീ എടുത്തുന്നുള്ളത്? ആളെ ഞാൻ എടുത്തില്ല. ഞാൻ എടുത്തില്ല പറഞ്ഞേ. ഞാൻ എടുത്തില്ലല്ലേ. അത്യാവശ്യം എടുത്തില്ല. നിനക്കെന്റെ നാശമല്ലേ കാണേണ്ടത്? നീ കണ്ട് സന്തോഷിച്ചോടാ. കണ്ട് സന്തോഷിച്ചോ? ഞാൻ കീറിയതിട്ടുണ്ട് കൂടെ. കീറിയത് പഴയ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ പൊട്ടിയതായാലും കീറിയതായാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ അതിട്ടോണ്ട് ഒരു കൂടി എന്റെ പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കട്ടെ. അപ്പൊ ഇവന് സന്തോഷമാവുമല്ലോ. നീ സന്തോഷിച്ചോ? ഒരു കാര്യം നീ ഓർമ്മിച്ചോടാ. 2 ഷർട്ട് കൊണ്ട് കുടുംബം പോറ്റണവന്റെ അവസ്ഥ ഉണ്ടല്ലോ. മനസ്സിലാവൂലടാ നിനക്ക്. അത് അനുഭവിച്ചോണ്ടിരിക്കണ ഞാൻ. എനിക്ക് കീറിയ ഷർട്ടൊക്കെയാണ് സാധാരണ രാഷ്ട്രീയക്കാരുടെ. മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാത്ത തങ്കം. അതുകൊണ്ട് ഞാൻ മീറ്റിങ്ങിന് പോകാതെയൊന്നും ഇരിക്കുന്നില്ല. എടീ പഴയത് എന്റെ പഴയ മുണ്ട് ഷർട്ട് എടു. കൊള്ളൂലേക്ക് ഞാൻ ഇന്ന് അത് ഇട്ടോണ്ട് പോകും. പക്ഷെ മീറ്റിംഗ് എനിക്കത് വിഷയമല്ല. എനിക്ക് മീറ്റിങ്ങിന് പോയാൽ പറ്റും. എടുക്ക്. കറയുണ്ടെങ്കിലും ഇനി കീറിയതാണെങ്കിലും ഇനി അത് ഇടാൻ കൊള്ളൂലെങ്കിലും ഞാൻ അത് ഇട്ടോണ്ട് പോകും. ഞാനൊരു ഷർട്ട് വേണമെങ്കിൽ തയ്ച്ചു തരാം. തമാശ കളിക്കരുത്. നീ എടുത്തിട്ട് വേണേ പറയണ കേട്ടാ. പറഞ്ഞ മനസ്സിലാവൂലേ ഈ മനുഷ്യന്? എന്നെ അങ്ങനെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ടോ?